ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ കഥയിലുണ്ടല്ലോ, ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ ഇടവും വലവുമായിട്ട് രണ്ട് നല്ല കിണ്ടൽ ഇടിക്കാറുണ്ട്. അവന്മാരുടെ ഷോയാണ് ശരിക്കും ഈ ഒരു സിനിമ മുഴുവനും. അതുപോലെ തന്നെ ആ പെണ്ണ് നിസാരക്കാരിയല്ല കേട്ടോ. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ കാശുകാർ ചില കമ്പനികളിൽ നിന്നും വലിയ എമൗണ്ട് ലോൺ എടുക്കും. ചെറിയ എമൗണ്ട് അല്ല, 5000 കോടി 10,000 കോടി അത്രയൊക്കെയാണ് ഇവർ ലോൺ എടുക്കുക. പിന്നീട് ആ കാശ് ചോദിച്ചു ചെല്ലുമ്പോൾ ഇവന്മാര് മുണ്ടുപൊക്കി കാണിക്കും. അങ്ങനെ മുണ്ടുപൊക്കി കാണിക്കുന്നവരുടെ കുടുക്ക പറിച്ചെടുത്ത് അവരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കുന്ന ടീംസാണ് നമ്മുടെ ഈ ഒരു നായികയായിട്ടുള്ള പെണ്ണും അതുപോലെ തന്നെ അവളുടെ കൂടെ നിൽക്കുന്ന ആ രണ്ട് കിൻഡൽ ഇടിക്കാരും. ഇത്തവണ അവരൊരു 8500 കോടി രൂപ ഇത് മേടിക്കാൻ വേണ്ടി പോകുന്നത് സ്പെയിനിന്റെ കീഴിലുള്ള ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഗ്യാങ്സ്റ്റർ ആണ്. എന്നാൽ പിന്നെ ഈ കഥയിലേക്ക് നേരെ അങ്ങ് പോവല്ലേ, കഥയുടെ ഈ മായാലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാറിന്റെ ഉള്ളിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു പെണ്ണിനെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് റേച്ചൽ വൈൽഡ്. ഈ കാറിന്റെ പുറംഭാഗത്ത് ഭയങ്കരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വെടിയച്ചയും ആളുകളുടെ കരച്ചിലും ഇതെല്ലാം അവൾ കേട്ട് പേടിച്ചാണ് ആ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. മാത്രമല്ല അവൾ തന്നെ ഇപ്പൊ അവളുടെ ശബ്ദത്തിലൂടെ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പേര് റേച്ചൽ വൈൽഡ്, ഞാനൊരു വക്കീലാണ്. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാരണ വക്കീലല്ല. കോർപ്പറേറ്റുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, അവരുടെ എല്ലാം നിഴലായി നിൽക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. ഇവർക്കിടയിലുള്ള വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് ഫിക്സ് ചെയ്തു കൊടുക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു ടീമുണ്ട്. ഞങ്ങൾ നല്ലവരാണോ കെട്ടവരാണോ എന്ന് ചോദിച്ചാൽ നല്ലതുമല്ല കെട്ടതുമല്ല, രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു ഗ്രേ ഷെയ്ഡാണ്. അതുപോലെ തന്നെ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അതെന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു ഐലൻഡ് കാണിക്കുകയാണ്. ആ ഐലൻഡിന്റെ പേര് കാനറി ഐലൻഡ് എന്നാണ്. സ്പെയിനിന്റെ കീഴിലാണ് ഈ ഐലൻഡ്. എങ്കിലും ആ ദ്വീപിന് ഒരു സ്വയം ഭരണ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ആ ഐലൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ കാണിക്കുകയാണ്. ആ കാറിലുള്ളത് ബോസ്റ്റൺ എന്നൊരാളാണ്. ഈ ബോസ്റ്റൺ ആണ് റേച്ചൽ വൈൽഡിന്റെ ഗുരുനാഥൻ ഗോഡ്ഫാദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബോസ്റ്റൺ ഇപ്പോൾ ഒരു കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതേ നേരം തന്നെ ന്യൂയോർക്കിൽ നിന്നും ഒരു ലേഡി ഇപ്പോൾ ബോസ്റ്റനെ വിളിക്കുന്നുണ്ട്. ആ ലേഡിയുടെ പേര് ബോബി ഷെൻ എന്നാണ്. ബോബി ഷെന്നോട് ബോസ്റ്റൺ പറയാണ്, അയാൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. കടം മേടിച്ച കാശ് അയാൾ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റും ഞാൻ സൈൻ ചെയ്തു. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബോബി ഷെൻ ചോദിക്കുകയാണ്, ബോസ്റ്റൺ നിങ്ങളുടെ കൂടെ ഇപ്പൊ ആരൊക്കെയുള്ളത്? ഇപ്പൊ ബോസ്റ്റൺ പറയാണ്, എന്റെ സെക്യൂരിറ്റി ഗാർഡും അതുപോലെ തന്നെ ഒരു ഡ്രൈവറും. ഞങ്ങൾ നേരെ മാനി സെലാസർ അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അയാളുടെ കയ്യിൽ നിന്നാണ് കാശ് മേടിക്കാനുള്ളത്. എന്നാൽ അപ്പൊ തന്നെ ബോബിഷൻ പറയുന്നുണ്ട്, ബോസ്റ്റൺ നിങ്ങൾ വലിയ അപകടത്തിലാണ്. ഇത്രയും നാളും കാശ് തരാതെ അയാൾ നമ്മളെ ഇട്ട് കളിപ്പിക്കായിരുന്നു. ഒറ്റയടിക്ക് അയാൾ കാശ് തരണം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവും. ഇതേ നേരം തന്നെ ആ കാറിന്റെ ഡ്രൈവർ അയാൾ ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബോസ്റ്റൺ സെക്യൂരിറ്റി ഗാർഡിനോടും കാറിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറയാണ്. പിന്നീട് ബോബിഷനോട് ബോസ്റ്റൺ സംസാരിക്കുന്നുണ്ട്. അല്ല എന്താണ് ഈ അപ്പൊ സംസാരിച്ചു വരുന്നത്? അപ്പൊ ബോബി പറയുന്നുണ്ട്, എന്റെ പൊന്നു ബോസ്റ്റ ഒന്ന് കരുതിയിരുന്നോ, കാരണം അയാൾ ആ ദ്വീപ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മാനി സെലാസർ. അയാൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ആ കാറിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ പെട്ടെന്ന് ഗണ്ണെടുത്ത് ഈ ബോസ്റ്റന്റെ സെക്യൂരിറ്റി ഗാർഡിനെ വെടിവെച്ച് കൊന്ന് പിന്നീട് ബോസ്റ്റന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളെയും വെടിവെച്ച് കൊല്ലുകയാണ്. ബോബിഷൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. സെലാസർ അയാൾ അത്ര പെട്ടെന്നൊന്നും കാശ് തരാൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പൊ ബോസ്റ്റനെയും അയാളുടെ സെക്യൂരിറ്റി ഗാർഡിനെയും കൊന്ന ഇവനുണ്ടല്ലോ, ഇവന്റെ പേരാണ് എക്സൽ ഫോൾസൺ. മാനി സെലാസർ എന്ന് പറഞ്ഞ ആ ഗ്യാങ്സ്റ്ററുടെ റൈറ്റ് ഹാൻഡ് ആണ് ഇവൻ. ഒരു ദയയില്ലാത്ത വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ. എന്തായാലും കാശ് മേടിക്കാൻ പോയ ബോസ്റ്റൻ ഇപ്പോൾ പെട്ടിയിലായിട്ടുണ്ട്. ഇതിനുശേഷം ബോബിഷനെ കാണിക്കുകയാണ്. ശരിക്കും ആരാണ് ഈ ബോബിഷൻ? അവള് വർക്ക് ചെയ്യുന്നത് സ്പെൻസർ ഗോൾഡ്സ്റ്റെയിൻ എന്നൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ഈ കമ്പനി അതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അതായത് വലിയ വലിയ കാശുകാര് അവരുടെ കയ്യിൽ ആവശ്യത്തിനധികം കാശ് വന്നാൽ അത് അവർക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ കൊടുക്കും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കമ്പനിയുടെ കീഴിൽ ഇപ്പൊ അനാവശ്യമായിട്ട് കുറേ അധികം കാശ് ഇങ്ങനെ എടുക്കുകയല്ലേ. അപ്പൊ ഈ സ്പെൻസർ കമ്പനി എന്താക്കും, ഇത് പണം ആവശ്യമുള്ളവർക്ക് കൊള്ള പലിശയ്ക്ക് കൊടുക്കും. ഈ 1 കോടി 2 കോടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ ഇടപാടൊന്നും അല്ല കേട്ടോ. 1000 കോടി 5000 കോടി അങ്ങനെയൊക്കെയാണ് ഇവർ കടം കൊടുക്കുക. മാത്രമല്ല ചില ഉഡായിപ്പമാര് കാശ് മേടിച്ച് കീശയിൽ വെച്ച് പിന്നീട് കാശ് ചോദിക്കാൻ ചെല്ലുമ്പോൾ മുണ്ട് പൊക്കി കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും കമ്പനിക്ക് വേണ്ടി പണം വീണ്ടെടുത്ത് കൊടുക്കാനായിട്ട് കുറെ അധികം ഏജന്റുമാരുണ്ടാവും. സോ അതിൽപ്പെട്ട ഒരാളാണ് ബോസ്റ്റൺ. ബോസ്റ്റനെയാണ് ഇപ്പോ ആ ഒരു ഗ്യാങ്സ്റ്റർ സെലാസർ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. മാത്രമല്ല അയാൾ വാങ്ങിയിരിക്കുന്നത് ചെറിയ തുകയൊന്നുമല്ല, $1 ബില്യൺ ആണ്. ഏകദേശം 8500 കോടി രൂപയോളം വരും. ഇതെങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബോബിഷൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് ബോബിഷന്റെ ഓഫീസിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള റേച്ചൽ വൈൽഡ് തന്നെ. റേച്ചൽ വന്ന പാട് തന്നെ ബോബിയോട് ചോദിക്കുകയാണ്, ബോബി നല്ല പണി കിട്ടിയല്ലേ, കാശ് പോയല്ലേ, അത് മേടിക്കാൻ ചെന്ന എന്റെ ഗുരുനാഥനെ അവർ കൊല്ലുകയും ചെയ്തല്ലേ, ഞാൻ എന്തായാലും ഈ ഒരു വർക്ക് ഏറ്റെടുക്കാം. പ്രൊഫഷണൽ ആയിട്ട് മാത്രമല്ല, ഇതൊരു കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. എന്നാൽ അപ്പൊ തന്നെ ബോബി പറയുന്നുണ്ട്, പൊന്നുമോളെ വേണ്ട, നിന്റെ ആശാൻ ആ ബോസ്റ്റൺ പണം മേടിച്ചു തന്നാൽ ഒരു 5% ചോദിക്കുള്ളൂ, പക്ഷെ നീ കഴുത്ത് അറുത്ത് വിടുന്ന് പറയാണ്.
എന്നാൽ ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റേച്ചൽ പറയാണ്, ഏയ് എനിക്ക് അധികമൊന്നും വേണ്ട, കാശ് മുഴുവൻ മേടിച്ചു തന്നാൽ ഒരു 20% അത് മതി എന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ ബോബിഷൻ പറയണ, ആഹാ അത് വല്ലാതെ കുറഞ്ഞു പോയല്ലോ, അതൊന്നും പറ്റില്ല, ഒരു 7-8% അത്ര വേണമെങ്കിൽ തരാന്ന് പറയണം. ഇപ്പൊ റേച്ചൽ പറയണം, ഓക്കെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു 10%, അതിൽ $10 million എനിക്ക് ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയി കിട്ടണം. കാരണം നിങ്ങളെപ്പോലുള്ളവർ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ലേ, എപ്പോഴാണ് ആസനത്തിൽ ആസിഡ് ഒഴിക്കാന്ന് പറയാൻ പറ്റില്ലേ. എന്തായാലും ബോബിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് മേടിച്ച് റേച്ചൽ പോവാണ്. ഇതിനുശേഷം റേച്ചലിന്റെ ഗ്രൂപ്പിലെ 2 തലകളെ കാണിക്കുകയാണ്. ഒരുത്തിന്റെ പേര് സിഡ്, മറ്റവന്റെ പേര് ബ്രോങ്കോ. സിഡിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ സൂപ്പർമാനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഹെൻറി ക്യാവിൽ ഉണ്ടല്ലോ, മൂപ്പര് തന്നെ. പിന്നെ ബ്രോങ്കോ ഈ പ്രിൻസ് ഓഫ് പേർഷ്യ എന്ന് പറഞ്ഞ മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ലൈഫ് എന്ന മൂവി, അതിലൊക്കെ ഉള്ള ആളാണ്. ഇയാളുടെ മൂവിയൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ മൂപ്പർ ചെയ്ത ആ ഒരു മൂവിയൊക്കെ നോക്കി വേണമെങ്കിൽ എടുത്ത് കണ്ടോ, നല്ല സിനിമകളായിരിക്കും. അതുപോലെ തന്നെ റേച്ചലിനെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന ആളാണ്. അവളൊരു വക്കീലാണ്, അവൾക്ക് നല്ലൊരു ടീം തന്നെയുണ്ട്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാനും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാനും. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്യാനാണ് റേച്ചൽ സിഡിനെയും ബ്രോങ്കോയും കൂടെ നിർത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടെ ഉണ്ട് എന്ന ബലത്തിലാണ് അവൾ ഈ ഒരു സംഭവം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ രണ്ടുപേരെയും റേച്ചൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരുടെ അടുത്ത ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാനി സലാസർ ഒരു ഗ്യാങ്സ്റ്റർ ആണ്, ചെറിയ പുള്ളിയൊന്നും അല്ല, വലിയ പുള്ളിയാണ്. അയാളോട് മുട്ടാൻ നിൽക്കുമ്പോൾ എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്രശ്നത്തിന് പോകണ്ട, അതിനു മുന്നേ അയാളുടെ വക്കീലുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. വക്കീലിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കോ നീ എന്റെ കൂടെ വരണം. അതുപോലെ തന്നെ സിഡെ നീ ഒരു കാര്യം ചെയ്യ്, നേരെ സൗദിയിലേക്ക് വിട്ടോ, അവിടെ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല ഈ സിഡിന് ഒരു ടാലന്റ് ഉണ്ട് കേട്ടോ. അതായത് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ ഊമ്പിച്ച് വിടുക, പറ്റിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ അവന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ബ്രോങ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ അടി ഇടി വെടി അതിരടി അതിന് പറ്റിയ ആളാണ് അവൻ. എന്തായാലും റേച്ചൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സലാസറിന്റെ വക്കീലുണ്ടല്ലോ, മിസ്റ്റർ ഹോറോവിച്ച്, ഇയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ആ വക്കീലിനോട് സംസാരിക്കുന്നത് നമ്മുടെ റേച്ചലാണ്. എന്നാൽ ബ്രോങ്കോ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. വക്കീലിനോട് റേച്ചൽ കാര്യങ്ങളൊക്കെ പറയാണ്, എന്തായാലും ഒരു പ്രശ്നത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ തരാനുള്ള ആ ഒരു $1 billion കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, അതിന് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, ഞങ്ങൾക്ക് ആ കാശ് തിരിച്ചു തരാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇവരുടെ സംസാരം കേട്ട് ബോറടിച്ച ബ്രോങ്കോ അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ എടുത്തു നോക്കുമ്പോൾ വക്കീലിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താടാ കുഞ്ഞി പിള്ളേരെ പോലെ അതും ഇതൊക്കെ എടുത്ത് കളിക്കുന്നത്, വെക്കട അവിടെ എന്ന് പറയണം. ഓ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ബ്രോങ്കോ ആ സാധനം അവിടെ വെക്കുന്നത്. ഇതിനുശേഷം റേച്ചൽ വീണ്ടും വക്കീലിനോട് സംസാരിക്കുമ്പോൾ വക്കീൽ പറയാണ്, ഞാൻ സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കും, എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്, എനിക്ക് സമയമില്ല എന്ന് പറയണം. ഇപ്പൊ ഒരു സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്തിന് ബ്രോങ്കോ പറയാണ്, ആവശ്യമില്ലാതെ കയ്യാങ്കളിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ചുമരിൽ ഒട്ടിക്കും, കാര്യങ്ങൾ സംസാരിക്കാനല്ലേ വന്നത്, എന്തായാലും അവസാനമായിട്ടൊരു തീരുമാനം പറയുന്നു പറയണം. വക്കീൽ പറയണം, നടക്കില്ല, കാശ് തരില്ല. ഓക്കെ റേച്ചലും പറഞ്ഞു, എന്നാ ശരി നമുക്ക് പിന്നെ പള്ളിപ്പറമ്പിൽ വെച്ച് കാണാം. രണ്ടുപേരും അവിടുന്ന് പോവാണ്. എന്നിട്ട് അവരവരുടെ പണി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ബ്രോങ്കോയും അതുപോലെ തന്നെ ബ്രോങ്കോയുടെ സഹായിയായിട്ടുള്ള ബേക്കറും കൂടെ നേരെ പോകുന്നത് ക്യാനറി ഐലൻഡിലേക്കാണ്. കാരണം ഇവരുടെ ഒരു മിഷൻ ഇതിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തായാലും മാനി സലാസർ എന്ന ഒരു എന്താ പറയാ ഗ്യാങ്സ്റ്ററുമായിട്ടൊരു ഡീലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. എന്തായാലും അത് നല്ല രീതിയിലായിരിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. സോ ഇവരുടേതായ ഒരു സെറ്റപ്പ് നേരത്തെ തന്നെ ആ ഒരു ഐലൻഡിലേക്ക് ചെന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിനാണ് ബ്രോങ്കോയും ബേക്കറും കൂടെ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സിഡ് നേരെ പോയിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ്. അവിടെ വെച്ച് ഇവരുടെ പണിയുടെ ആദ്യ ഘട്ടം ആരംഭിക്കുകയാണ്. അതായത് ഈ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ മാനി സലാസർ, ഇയാൾക്ക് സൗദി അറേബ്യയിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സിഡ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ ചെറിയൊരു ഉടായ്പ ഇവർ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സോ ഇത്ര സ്ക്വയർ ഫീറ്റിന് വേണ്ടി പെർമിഷൻ കൊടുക്കുമല്ലോ, അതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഓൾറെഡി ഈ സലാസർ കാണിച്ചിട്ടുണ്ട്. അത് സിഡ് നേരെ ഗവൺമെന്റിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ആ പ്രൊജക്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. സൗദിയിലൊക്കെ അങ്ങനെയാണ്, കാശും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലൊന്നും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ല. അവിടെ നിയമമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുള്ളൂ. അങ്ങനെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് മുഴുവൻ മുടങ്ങിക്കിടക്കുകയാണ്. മാത്രമല്ല വേറെയും സൈറ്റുകളുണ്ട്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഏകദേശം 2000 ടൺ സ്റ്റീൽ ഉണ്ടല്ലോ, അതിപ്പോ പോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അതിന്റെ പേപ്പറൊന്നും ഓക്കെ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ പേപ്പറൊക്കെ ഓക്കെ ആയിരുന്നു. എന്നാൽ നമ്മുടെ സിഡും അതുപോലെ തന്നെ അവന്റെ സുഹൃത്തായിട്ടുള്ള ഗുച്ചിയും കൂടെ, ഈ ഗുച്ചി ആളൊരു ടെക്നിക്കൽ കില്ലാടിയാണ്. അപ്പൊ ഇവന്മാര് രണ്ടുപേരും കൂടിയിട്ട് ആ പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് കാശെല്ലാം കൊടുത്ത് ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് വരുത്തി തീർത്ത് ഇവരുടെ ആ ഒരു 2000 ടൺ സ്റ്റീൽ അവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. ഈ മെറ്റീരിയൽസ് ഇല്ലാതെ എങ്ങനെ പണി
മുന്നോട്ടേക്ക് പോകും. ഓരോ ദിവസവും ഈ സലാസറിന്റെ കമ്പനിക്ക് അവിടെ വെച്ച് നഷ്ടങ്ങൾ വരാൻ തുടങ്ങുകയാണ്. 2000 മുകളിൽ തൊഴിലാളികളുണ്ട്. അവർക്ക് ഡെയിലി സാലറി കൊടുക്കണം. ഓക്കെ, എന്തായാലും ഇപ്പൊ 2 പണിയായ ഇനി 3ാമത്തെ പണി അതെന്താന്ന് വെച്ചാൽ അത് ബോസിന്റെ ആ ഒരു ഐലൻഡ് ഉണ്ടല്ലോ, കാനറി ഐലൻഡ്, സ്പെയിന്റെ കീഴിലാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല അവിടെ ഒരു ഓയിൽ കമ്പനി ഈ സലാസറിനുണ്ട്. അതായത് ഓയിൽ ഖനനം ചെയ്യുന്ന ഒരു കമ്പനി. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി മെഷേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. അത് വളരെ പ്രോപ്പറായാൽ മാത്രമേ ലൈസൻസ് അത് കൃത്യമായിട്ട് നിന്ന് ഈ കമ്പനിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ബ്രോങ്കോ നേരെ ആ ഒരു ഓയിൽ കമ്പനിയിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മിഷനറീസ്, അതിന്റെ ഉള്ളിൽ നിന്നും ചെറുതായിട്ടൊരു ഡിവൈസ് അവനെടുത്ത് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കമ്പനിയുടെ സേഫ്റ്റി അത് ബാധിക്കുന്ന കാര്യമാണ്. അത് വേഗത്തിൽ അറിയാനും കഴിയും. സോ ഗവൺമെന്റ് ഒഫീഷ്യൽസ് വരികയാണ്, സേഫ്റ്റിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഈ ഓയിൽ കമ്പനിയുടെ ലൈസൻസും ക്യാൻസൽ ചെയ്യുകയാണ്. ഒരുപാട് തൊഴിലാളികൾ ഇവിടെയുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും ഇവിടുത്തെ വാടകയും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. സോ ഇതെല്ലാം ലൈസൻസ് ഇല്ലെങ്കിലും കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സെലാസറിന് ഭയങ്കര നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെലാസർ ഇപ്പോ അയാളുടെ വക്കീലായിട്ടുള്ള മിസ്റ്റർ ഹൊറോവിറ്റ്സിനെ വിളിക്കാണ്. എന്താടോ ഇവിടെ നടക്കുന്നത്? എന്റെ മൂട്ടിലിട്ട് എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കുകയാണല്ലോ. നീ എന്താടാ അണ്ണാക്കിൽ അപ്പം തിരികെതുപോലെ ഇരിക്കുന്നത്? നിന്നെ പിന്നെ ഞാൻ എന്തിനാടാ ഈ കാശ് തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? സത്യം പറ, ആരാ നമുക്കിട്ട് പണിയുന്നത്? ഈ സമയത്ത് വക്കീല് പറയാണ്, റൈച്ചൽ വൈൽഡ്. അങ്ങനെ ഒരുത്തി എന്റെ ഓഫീസിലേക്ക് വന്നായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ വക്കീല് സലാസറിനോട് പറയുന്നുണ്ട്. അപ്പൊ സലാസർ ചോദിക്കുകയാണ്, എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പൊ വക്കീല് പറയണം, നമുക്കൊരു $300 മില്യൺ കൊടുക്കാം. അതിൽ കൂടുതലൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും നമുക്ക് അവരെ ഒതുക്കണം. അതുപോലെ തന്നെ അവളെ കൊല്ലാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അവളെ തൊട്ടാ നമ്മുടെ കൈ പൊള്ളും. ഒരു വക്കീലാണ്. അതുപോലെ തന്നെ അവൾ നേരത്തെ തന്നെ എന്തൊക്കെയോ കേസും കാര്യങ്ങളും ഫയൽ ചെയ്തിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ. സോ അവളെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമുക്ക് അവളെ സെറ്റിൽ ചെയ്യാം. മാത്രമല്ല നമ്മുടെ വോൾഫ് ഗ്യാങ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അവൾക്ക് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് അധികം പേടിക്കാനൊന്നുമില്ലാന്ന് സലാസറിനോട് വക്കീല് പറയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ നമ്മുടെ റൈച്ചലിനെ കാണിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല റൈച്ചൽ വൈൽഡ്. അതായത് ഈ വക്കീല് പറഞ്ഞില്ലേ വോൾഫ് ഗ്യാങ്ങിനെ കുറിച്ച് റൈച്ചലിനെ അറിയില്ലാന്ന്. എന്നാൽ ആ ഗ്യാങ്ങിനെ കുറിച്ച് അവള് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അതിനുള്ള പരിപാടി അവര് നേരത്തെ ചെയ്തു വെച്ചായിരുന്നു. അതായത് അന്ന് ആദ്യമായിട്ട് റൈച്ചൽ വക്കീലിനെ കണ്ട് സംസാരിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഓഫീസിലെ ഓരോ സാധനങ്ങളിൽ നമ്മുടെ ബ്രോങ്കോ വെറുതെ പിടിച്ച് കളിക്കുന്ന കണ്ടായിരുന്നില്ലേ? അവൻ അത് വെറുതെ പിടിച്ച് കളിക്കുകയായിരുന്നില്ല. അതിലൊരു മൈക്ക് അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മണ്ടനായ ആ വക്കീല് ഇതൊന്നും അറിഞ്ഞില്ല. അവരവിടെ സംസാരിക്കുന്ന കാര്യം മുഴുവനും ബ്രോങ്കോ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് വോൾഫ് ഗ്യാങ്ങിനെ കുറിച്ചുള്ള കാര്യം ഇവർക്ക് മനസ്സിലായത്. എന്താണ് ഈ വോൾഫ് ഗ്യാങ്? മാനി സലാസർ, ഈ ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, ഇയാൾ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും കോടിക്കണക്കിന് പൈസ സമ്പാദിച്ചിട്ടുണ്ട്. അളവറ്റ ഈ ഒരു സമ്പത്ത് അത് മാനേജ് ചെയ്യുന്ന ഒരു ടീമാണ് വോൾഫ് ഗ്യാങ്. അവരിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. മാത്രമല്ല അതിന്റെ ലീഡറും അവിടെ തന്നെ ഉണ്ട്. വോൾഫ് ലീഡർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അയാൾ ഈ കാശ് ഒരിക്കലും യാതൊരു രീതിയിലും പ്രശ്നം പറ്റാത്ത രീതിയിൽ പല രീതിയിൽ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ സലാസറിന്റെ അളവറ്റ സമ്പത്ത് അത് കൈകാര്യം ചെയ്യുന്ന, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീമാണ് വോൾഫ് ഗ്യാങ്. എന്നാൽ വോൾഫ് ഗ്യാങ് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ റേച്ചലിന് അറിയുള്ളൂ. അവരുടെ ഇടപാടുകൾ എങ്ങനെയാണെന്ന് റേച്ചലിന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സിഡിനെ സൗദിയിലേക്ക് ഓൾറെഡി വിട്ടിട്ടുണ്ടല്ലോ. എന്തായാലും സിഡ് ഈ വോൾഫ് ഗ്യാങ് ലീഡറെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയാണ്. അയാൾക്ക് 2 വീക്ക്നെസ്സുകളുണ്ട്. ഒന്ന് ഡൈസ് ഗെയിം, അതുപോലെ തന്നെ രണ്ടാമത്തേത് പഴയ വസ്തുക്കളുണ്ടല്ലോ, അതിനോടൊരു കമ്പുണ്ട്. ഓക്കെ, ഇയാളുടെ ഈ 2 വീക്ക്നെസ്സിനെ കുറിച്ചും സിഡ് നന്നായിട്ട് പഠിച്ചു. മാത്രമല്ല ഇയാളുടെ വീട്ടിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ ഡൈസിന്റെ ഗെയിമുകളൊക്കെ നടത്താറുണ്ട്. വലിയ വലിയ പുള്ളികളാണ് അവിടെ പോയിട്ട് ഗെയിം കളിക്കുക. എന്തായാലും വലിയൊരു പണക്കാരനെ പോലെ സിഡും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവനും ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. എന്നാൽ അവൻ കൊണ്ടുവന്ന ആ ഒരു ഡൈസ് അതെങ്ങനെ ഇട്ടാലും അത് സിഡ് ജയിക്കുന്ന രീതിയിലായിരിക്കും ആ ഡൈസിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അവിടെ നടക്കുന്ന ഗെയിമിൽ അവൻ പോയി പങ്കെടുക്കുകയാണ്. എല്ലാ മാച്ചിലും അവൻ തന്നെ ജയിക്കുന്നുണ്ട്. മാത്രമല്ല അവനൊരു കാര്യം പറയുന്നുണ്ട്, മാച്ചിൽ ജയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാശൊന്നും വേണ്ടാന്ന്. സോ അതുകൊണ്ട് തന്നെ ഈ വോൾഫ് ഗ്യാങ് ലീഡറിന്റെ ശ്രദ്ധ അവന്റെ മേത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ സിഡും അയാളും കൂടെ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ ഗെയിമിൽ സിഡ് ജയിക്കുന്നുണ്ട്. എന്തായാലും ജയിക്കും, കാരണം ആ ഒരു ഡൈസ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഗെയിമിൽ അവൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയാണ്. മൂന്നാമത്തതിലും തോറ്റു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പന്തയം വെച്ച എമൗണ്ട് സിഡ് ഇപ്പോ വോൾഫ് ഗ്യാങ് ലീഡർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ ഒരു തമാശ രൂപയാണ് സിഡ് പറയുന്നുണ്ട്, അയ്യോടാ എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല, എന്നാലും ഞാൻ എന്റെ യാത്രക്കിടെ മേടിച്ച പുരാതനമായിട്ടുള്ള ഒരു ശില്പമുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് ഈ വോൾഫ് ഗ്യാങ് ലീഡർ പറയുന്നുണ്ട്. കാരണം അയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ സിഡ് മേടിച്ച ആ ഒരു ഗിഫ്റ്റ് ഇപ്പൊ വോൾഫ് ഗ്യാങ് ലീഡർക്ക് കൊടുത്തിട്ട് സിഡ് അവിടുന്ന് പോവാണ്. ഈ ലീഡർ ആണെങ്കിൽ ഇത് നേരെ കൊണ്ടുപോയി വെക്കുന്നത് അയാളുടെ ഓഫീസിലാണ്. എന്നാൽ അത് അയാൾക്കുള്ള 8ന്റെ പണിയാണെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കിയില്ല. കാരണം ആ പഴയ ശിലയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരു വലിയൊരു ഹാക്കിംഗ് ഡിവൈസ് ആണ്. ആ ഓഫീസിന്റെ എവിടെയെങ്കിലും അത് കൊണ്ടുപോയി വെച്ചാൽ മതി. ആ ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും ഹാക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ഡിവൈസിന് കഴിയും. ഇപ്പൊ റേച്ചലിന്റെ ടീം കൃത്യമായ ഡാറ്റകൾ അത് ഉപയോഗിച്ചെടുക്കുകയാണ്. അതായത് ഈ സലാസറിന്റെ വോൾഫ് ഗ്യാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരുവിധം ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മുടെ റേച്ചലിന് കിട്ടി. അപ്പൊ ആ ഡീറ്റെയിലുമായിട്ട് അവള് നേരെ പോകുന്നത് കോടതിയിലേക്കാണ്. എന്തായാലും കോടതിയിൽ വെച്ച് കേസും കാര്യങ്ങളൊക്കെ വാദിച്ച് നല്ല രീതിയിൽ തന്നെ സലാസറിന് പണി മേടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ റേച്ചൽ. അതുകൊണ്ട് തന്നെ ഈ പ്രഷർ ഏറ്റവും കൂടുതൽ വരുന്നത് അയാളുടെ വക്കീലായിട്ടുള്ള മിസ്റ്റർ ഹോറോവിറ്റ്സിന്റെ തലയിലേക്കാണ്. ആകെ ടെൻഷനായ വക്കീൽ ഇപ്പൊ നേരെ നമ്മുടെ റേച്ചലിനെ വിളിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ കാണണം, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറയണം. എന്നാൽ റേച്ചൽ പറയണം, എനിക്ക് നിന്നോട് സംസാരിക്കുന്നു വേണ്ട, എവിടെ നിങ്ങളെ ലീഡർ, അയാളുമായിട്ട് ഞാൻ ഇനി നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറയണം. ഇതിനുശേഷം റേച്ചൽ സിഡ്നിയും ബ്രോങ്കോയും വിളിക്കുകയാണ്. ഇനി പല ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കേണ്ട, ഒരുമിച്ച് ചേരേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ അധികം വൈകാതെ സിഡും അവന്റെ സഹായിയായിട്ടുള്ള ഗുച്ചിയും കൂടെ നേരെ ദ്വീപിലേക്ക് എത്തുകയാണ്. ഓൾറെഡി അവിടെ ബ്രോങ്കോയും അതുപോലെ തന്നെ ബേക്കറും ഉണ്ടല്ലോ. പിന്നെ ഇവരുടെ കൂടെ ജനാദൻ എന്ന് പറഞ്ഞ ഒരുത്തിനുണ്ട്. അത്യാവശ്യം നല്ലൊരു ടീം തന്നെ അവർക്ക് ഉണ്ട് കേട്ടോ. ഇവരിവിടെ വന്നപാട് ചെയ്യുന്നത് അത്യാവശ്യം വെപ്പണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ സൂപ്പർ ബൈക്ക്, സൂപ്പർ കാർ ഇതെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നൈസായിട്ട് സ്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ ഒപ്പിച്ചു വെക്കുന്നത്. ഇതൊരു ദ്വീപ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബോട്ടുകൾ വരെ ഇവർ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോസ് ഉണ്ടല്ലോ, മാനി സലാസർ, ഇയാളുമായിട്ട് സംസാരിക്കാൻ എന്തായാലും റേച്ചൽ വരും. സപ്പോസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ റേച്ചലാണല്ലോ ഇവരുടെ എല്ലാം ബോസ്, അവൾക്കൊരു സ്ക്രാച്ച് പോലും വരാതെ രക്ഷപ്പെടുത്തണം. അതിനൊറ്റ വഴി മാത്രം പോരാ, ഒരു 3-4 വഴികൾ ഇവർ കണ്ടുവച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ വഴികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ടേക്ക് ചെന്ന് ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും കൂടെ വേണം. അങ്ങനെ ഈസ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അവർ പ്ലാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ആ ഭാഗത്താണെങ്കിൽ നല്ല ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരവിടുന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ ഇതുപോലെ ട്രാഫിക് ആണെങ്കിൽ നല്ല രീതിയിൽ പെടും, രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഇവർ വേറൊരു വഴി കണ്ടുപിടിക്കുകയാണ്. നല്ല മഴയുള്ള സമയത്ത് വെള്ളം കടലിലേക്ക് ഒഴുകി പോകാനായിട്ട് ഒരു ഡ്രെയിനേജ് സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മഴക്കാലമൊന്നുമല്ല, സോ അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ കാറ് വേണ്ട, സൂപ്പർ ബൈക്കുകൾ ഉപയോഗിക്കാന്ന് പറയണം. എന്തായാലും ഇവരതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. എത്ര സമയം അവിടെ എത്താനായിട്ട് എടുക്കും എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ വഴി. ഇനി രണ്ടാമത്തെ വഴി വെസ്റ്റ് സൈഡിലേക്ക് പോകണം. അവിടെ ഒരു മിനി റൺവേ അവർ സെറ്റാക്കുകയാണ്. മാത്രമല്ല ഒരു മിനി ഹെലികോപ്റ്റർ പോലുള്ള ഒരു സംഭവം, അതുവഴി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഇതൊരു ഇച്ചിരി ടഫ് പിടിച്ച പരിപാടിയാണ്. കാരണം ആ ഒരു പറക്കുന്ന ചെറിയ സാധനം ഉണ്ടല്ലോ, അത് വലിച്ചുകൊണ്ട് കൊണ്ടുവരണം, അത് ഈ റൺവേയിലൂടെ ഒന്ന് പായണം. സമയം കുറച്ചൊക്കെ അങ്ങനെ പോകും. എങ്ങാനും അതിനിടയിൽ വല്ല വെടിയും കിട്ടിയാൽ പൊട്ടി താഴെ വീഴും. അതുകൊണ്ടാണ് ഇത് ടഫാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രോങ്കോ പറയണം, എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. എല്ലാവരും കൂട്ടി ബ്രോങ്കോ നേരെ പോകുന്നത് വലിയൊരു കിടങ്ങിന്റെ ഭാഗത്തേക്കാണ്. ഈ കിടങ്ങിന് ക്രോസ് ആയിട്ട് ഒരു സിപ്പ് ലൈൻ നമ്മൾ ഉണ്ടാക്കണം. ഇതുവഴി നമുക്ക് രക്ഷപ്പെടാന്ന് പറയും. ഇത് കണ്ടപ്പോൾ നമ്മുടെ സിഡ് പറയണം, ആഹാ ഇത് വളരെ എളുപ്പമുള്ള വഴിയാണല്ലോ, ഇതുവഴി തന്നെ നമുക്ക് പോകാം. ഉള്ളതിൽ ഏറ്റവും ടഫ് ഇതാണ്. പക്ഷെ ഒരു രക്ഷയില്ലെങ്കിൽ ഇതിലൂടെ തന്നെ പോകേണ്ടി വന്നേക്കാം. എന്തായാലും സാധ്യതകളെ ഇവർ തള്ളിക്കളയാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ചേസിങ് അതെന്തായാലും ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവർ ആ മണ്ണിൽ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസുകാർ പിന്നാലെ വരികയാണെങ്കിൽ അവർക്കിട്ട് പണി കൊടുക്കാനായിട്ട് കുഴി ബോംബുകൾ പല ഭാഗത്തും കുഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു വെയർ ഹൗസ് സെറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വലിയൊരു വാഴത്തോട്ടമുണ്ട്. സോ രക്ഷപ്പെടാനായിട്ട് ഈ തോട്ടവും വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിനുവേണ്ടി ഓൾറെഡി കുറച്ചധികം കിണികൾ ആ വാഴത്തോട്ടത്തിൽ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർ ഈ ഒരു മിഷൻ നടത്തുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ പിടിക്കപ്പെട്ട് ജയിലിലായി കഴിഞ്ഞാൽ അയാളെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ജയിലിലേക്ക് പോയിട്ട് അവിടെ എത്ര ക്യാമറയുണ്ട്, എത്ര പോലീസുകാരുണ്ട്, അവിടുത്തെ സേഫ്റ്റി എത്രത്തോളാണെന്ന് പഠിച്ചു വരണം. ആരാണ് ഇപ്പൊ അതിന് പോവുക? ആര് പോകാനാ? നമ്മുടെ സിഡ് തന്നെ പോവാണ്. അവൻ ചെറിയൊരു അലമ്പ് കേസൊക്കെ ഉണ്ടാക്കി ഒരു പെറ്റി കേസിന്റെ പേരിൽ നേരെ അവിടുത്തെ സ്റ്റേഷനിലേക്ക് പോവാണ്. പോലീസുകാർ കൊണ്ടുപോവുകയാണ്. ഇതേ സമയം തന്നെ റേച്ചൽ അവളുടെ ജോലി നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സലാസറിന്റെ കമ്പനിയെ കുറിച്ച് കുറെ ഡീറ്റെയിൽ അവളുടെ കയ്യിൽ കിട്ടിയല്ലോ, ഇതെല്ലാം വെച്ച് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇയാളുടെ പല സാധനങ്ങളും ഗവൺമെന്റ് സീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇയാളുടെ പ്രൈവറ്റ് ജെറ്റ്, അതുപോലെ തന്നെ വളരെയധികം വിലപിടിപ്പുള്ള ഇയാളുടെ ആഡംബര കപ്പലുകൾ, എട്ടിന്റെ പണി പല ഭാഗത്തുനിന്നും കിട്ടുന്ന കണ്ടപ്പോ ഈ മാനി സലാസറിന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ വക്കീലിനെ വിളിക്കുകയാണ്, എന്താടാ നീ അവിടെ ചെയ്യുന്നത്? നിന്നെ ഞാൻ എന്തിനാടാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ഏതാടാ ആ പെണ്ണ്? ഇപ്പൊ വക്കീല് പറയണ, എന്റെ പൊന്നു സാറേ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുന്ന ജാതിയാണ്. ഇപ്പൊ സലാസർ പറയണ, വേണ്ട ഇനി ഒരു പരിപാടിയും വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഈ ഒരു ദ്വീപിലേക്ക് കൊണ്ടുവരണം, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, എനിക്ക് എത്രയും പെട്ടെന്ന് അവളോട് സംസാരിക്കണം. സോ അത് വേഗം അറേഞ്ച് ചെയ്യുന്നത് വക്കീലിനോട് പറയണം. ഇതേ നേരം തന്നെ ജയിലിലേക്ക് പോയ നമ്മുടെ സിഡ് ഉണ്ടല്ലോ, ഒരു ദിവസം രാത്രി ഒന്ന് അവിടെ നിന്നല്ലോ, അതിൽ തന്നെ അവിടെ എത്ര പോലീസുകാരുണ്ട്, അവിടെ എത്ര വാതിലുകളുണ്ട്, അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എത്രത്തോളാണെന്ന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവന് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. ബ്രോങ്കോ ആണ് കൂട്ടാൻ വന്നത്. പോകുന്ന വഴിയിൽ തന്നെ ഇപ്പൊ സിഡ് പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് കടക്കാനൊരു വാതിൽ, പുറത്തുകൂടെ
ഇറങ്ങാൻ മറ്റൊരു വാതിൽ, രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സ്റ്റേഷന്റെ ഉള്ളിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ മറ്റൊരു വഴി കണ്ടെത്തണം. അതും ഞാൻ കണ്ടുപിടിച്ചു. അവിടെ കാലിയായി കിടക്കുന്ന ഒരു ചുമരുണ്ട്. ആ ചുമര് പൊട്ടിച്ചാൽ അതുവഴി പുറത്തേക്ക് കടക്കാം. എന്തായാലും അങ്ങനെ ഒരു പ്ലാനിങ് ഇവർ നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റേച്ചൽ കെനറി ദ്വീപിലേക്ക് വന്നിട്ടുണ്ട്. അവളെ കൂട്ടാനായിട്ട് പോയിട്ടുള്ളത് സിഡാണ്. മാത്രമല്ല പോകുന്ന വഴിയിൽ സിഡ് അവൾക്കൊരു വാച്ച് കൊടുക്കുന്നുണ്ട്. റേച്ചലെ, ഇതെന്തായാലും നീ കയ്യിലിട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റി നമ്മുടെ കയ്യിൽ നിന്നും നീ മിസ്സായി പോയാൽ അതിൽ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നീ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അവർ നേരെ വെയർ ഹൗസിലേക്ക് പോകണം. എല്ലാത്തരം തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. പിന്നീട് ഈ സലാസർ പറഞ്ഞതുപോലെ ഇയാളെ കാണാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് റേച്ചൽ ചെല്ലുകയാണ്. റേച്ചലിന്റെ ഗാർഡായിട്ട് ഇപ്പൊ വലതും ഇടതുമായിട്ട് സിഡും ബ്രോങ്കോയും ഉണ്ട്. അങ്ങനെ അവസാനം റേച്ചലിനോട് നേരിട്ട് സംസാരിക്കാൻ സലാസർ വന്നിരിക്കുകയാണ്. റേച്ചലെ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ ആളൊരു കില്ലാടി തന്നെയാണ്. കാശ് തരാനുണ്ട്, ശരിയൊക്കെ തന്നെയാണ് എന്ന് കരുതി ഇടത്തുനിന്നും വലത്തുനിന്നും മുകളിൽ നിന്നും താഴെന്നും ഒരുപോലെ പണിതാ എങ്ങനെയാ മോളെ? എനിക്കൊന്ന് ശ്വാസം വിടണ്ടേ? എന്റെ ബിസിനസ്സിലൊക്കെ നീ കൈവച്ചത് ഓക്കെ, പക്ഷെ എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ അതിൽ കൈവച്ചത് ഒരു ഇച്ചിരി കടന്നു പോയില്ലേ? എന്തായാലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു $400 മില്യൺ, ഏകദേശം ഒരു 10,3500 കോടി രൂപ വരും. അത് ഞാൻ ഇപ്പൊ തരാം. അതുമായിട്ട് നിങ്ങൾ പൊയ്ക്കോന്ന് പറയാം. ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇപ്പൊ റേച്ചൽ പറയണം, നോക്കട്ടെ ഇതും പറഞ്ഞ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ആ ഹോട്ടലിൽ വിട്ട് റേച്ചൽ പോയി കഴിഞ്ഞപ്പോഴാണ് സലാസർ അയാളുടെ തനിക്കോണം പുറത്തെടുക്കുന്നത്. അതായത് കുറച്ചു നേരം ഈ റേച്ചലിനോട് സംസാരിച്ചപ്പോൾ തന്നെ സലാസറിന് ഒരു കാര്യം മനസ്സിലായി. ഇയാളുടെ എല്ലാ രഹസ്യങ്ങളും ഇപ്പോഴും അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവൾ അത്ര കോൺഫിഡൻസ് അല്ലാതെ സംസാരിച്ചത്. 400 മില്യൺ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു പോയത്. അപ്പൊ തന്നെ സലാസർ വിചാരിക്കുകയാണ് എല്ലാ കാര്യവും അറിയില്ലെങ്കിൽ എന്തിനാ ഈ 400 മില്യൺ കൊടുക്കുന്നത്? അത്രയൊന്നും വേണ്ട, അവക്കിട്ടൊരു പണി കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. തനിക്കോണം ഗ്യാങ്സ്റ്റർ അത് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നാൽ ഈ സലാസർ വിചാരിച്ചത് സത്യമായിരുന്നു. റേച്ചലിന് ഇപ്പോഴും സലാസറിന്റെ എല്ലാ ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. വോൾഫ് ഗ്യാങ്ങിന്റെ ഓഫീസിൽ ഒരു ഹാക്കിംഗ് ഡിവൈസ് വെച്ചെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് ഹാക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം അവർ ആ ഒരു ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്താൽ മാത്രമേ റേച്ചലിന്റെ ഹാക്കറിന് ആ ഡാറ്റാസ് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ റേച്ചൽ ആ ഹാക്കർ വിളിക്കുന്നുണ്ട്. എന്തായുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാഡം ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് ഒരു ഡാറ്റയും എക്സ്ട്രാ കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ റേച്ചൽ ആകെ ടെൻഷനിലാവുകയാണ്. കാരണം അയാളോടും സംസാരിക്കണമെങ്കിൽ അയാളുടെ എല്ലാ വിവരങ്ങളും കിട്ടിയാലേ അത് പറ്റുള്ളൂ. എന്നാലേ കോൺഫിഡൻസിൽ അയാളുടെ മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും ആകെ ടെൻഷനിലായി തല വരുന്ന റേച്ചൽ പറയാണ്, ഹെഡോ എനിക്ക് 2 അടിക്കണം, എവിടേക്കെങ്കിലും ഒന്ന് പോയാലെന്ന് ചോദിക്കാം. ഇപ്പൊ സിഡും ബ്രോങ്കോയും പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ അത് അത്ര സേഫ് അല്ല. എന്നാലും റേച്ചൽ പറയണം എനിക്ക് എന്തായാലും 2 അടിക്കണം. അങ്ങനെ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് ഇവർ പോവാണ്. സിഡ് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ബ്രോങ്കോയും റേച്ചലും കൂടെ ആ ബാറിന്റെ ഉള്ളിൽ പോയിട്ട് ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങാം. ഇതേ നേരം തന്നെ റേച്ചലിന്റെ ആൾക്കാർ പല ഭാഗത്തായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ബേക്കറും ജുനാദനും ഗുച്ചിയും സാധാരണ ടൂറിസ്റ്റുകളെ പോലെ അവരെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ച് പല ഭാഗത്തായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചുറ്റുപാടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അറ്റാക്കോ കാര്യങ്ങളോ വന്നാൽ അവർ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. സോ അതിന് തയ്യാറായി തന്നെയാണ് അവർ പുറത്ത് നിൽക്കുന്നത്. അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. അങ്ങനെ ഇവർ നോക്കുന്ന സമയത്ത് ചില ആളുകൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് ആരാണെന്ന്. ചില ആളുകൾ ആ ഒരു കഫേയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ചില ആളുകൾ അതിന്റെ പുറത്തിരിക്കുകയാണ്. ചില ആളുകൾ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടപാടിന് സിഡിനും ബ്രോങ്കോയ്ക്കും കാര്യം മനസ്സിലായി ഇത് സലാസറിന്റെ ആൾക്കാരാണ്. വിത്തിൻ 1 മിനിറ്റ് അവരെന്തായാലും അറ്റാക്ക് ചെയ്യും. എല്ലാത്തിനും തയ്യാറായിരുന്നു എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സലാസറിന്റെ ആൾക്കാർ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, അതിന്റെ ഒരു ഇച്ചിരി നേരം മുന്നേ ഉള്ളിൽ വെച്ച് ബ്രോങ്കോ നമ്മുടെ റേച്ചലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ സൈഡിലൂടെ കയറി വരുന്ന ആൾക്കാർ സിഡ് ആക്രമിക്കുകയാണ്. മാത്രമല്ല പുറത്തുനിന്നുണ്ടായിരുന്ന ആൾക്കാരെ ജുനാദിനും അതുപോലെ തന്നെ ബേക്കറും അറ്റാക്ക് ചെയ്യാണ്. അവിടെ നടക്കുന്ന ഓരോ വിഷ്വൽസും ഡ്രോൺ വഴി ഗുച്ചി കാണുന്നുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങൾ ഗുച്ചി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റേച്ചലിന്റെ ടീമിലെ ഒരാളെ പോലും അവർക്ക് തൊടാൻ പറ്റിയതുമില്ല. അതുപോലെ തന്നെ സലാസറിന്റെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുമുണ്ട്. അധികം വൈകാതെ ഇവർ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. നേരെ വെയർ ഹൗസിലേക്ക് പോകുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അധികം വൈകാതെ സലാസർ അറിയുന്നുണ്ട്. ഇയാൾ അത് ഞെട്ടിപ്പോവാണ്. അതായത് വേറൊരു പെണ്ണല്ല അവൾക്ക് പിന്നിൽ വലിയൊരു ടീം തന്നെയുണ്ട്. മുട്ടിയാൽ ശരിയാവില്ല, മുട്ടനിടിയിട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എമൗണ്ട് അത് റിലീസ് ആക്കിയേക്കെന്ന് പറയണം. ഏകദേശം $400 മില്യൺ. അതിനുള്ള പ്രോസസ് മുഴുവൻ നടക്കുന്നത് വോൾഫ് ഗ്യാങ്ങിന്റെ സൗദിയിലുള്ള ആ ഒരു ഓഫീസിൽ വെച്ചാണ്. യെസ്, ഇത് തന്നെയാണ് നമ്മുടെ റേച്ചലിനും വേണ്ടിയിരുന്നത്. അവരുടെ ട്രാൻസാക്ഷൻ അതെങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലാകണമായിരുന്നു. അവരത് ചെയ്യാൻ തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ഹാക്കർ അവിടെ ഉണ്ടായിരുന്ന ആ ഡിവൈസ് വഴി ഈ കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് മനസ്സിലാക്കുകയാണ്. ചെക്ക് വെക്കാൻ സമയമായി എന്ന് റേച്ചൽ പറയുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ റേച്ചൽ നേരെ പോകുന്നത് കോർട്ടിലേക്കാണ്. അതായത് ഈ 400 മില്യൺ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ച ആ വഴി അത് അവൾ നന്നായിട്ട് ട്രേസ് ചെയ്തു. അയാളുടെ ബാക്കിയുള്ള കമ്പനികൾ അതേതാണ് കൂടി മനസ്സിലാക്കി. അതിന്റെ ടേൺ ഓവർ, അതിന്റെ ആസ്തി, കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ച റേച്ചൽ നല്ലൊരു പാണി ഈ സലാസറിന് കൊടുക്കുകയാണ്. കോടതിയിൽ വെച്ച് വാദം ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ സലാസറിന്റെ വക്കീലുണ്ടല്ലോ മിസ്റ്റർ ഹോറോവിറ്റ്സ്, ഇയാൾ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നൊക്കെ
പറഞ്ഞു വരുമ്പോ മിണ്ടാതിരിയടാ അവിടെ, നിനക്ക് ഇവിടെ വെച്ചൊന്നും പറയാൻ അനുവാദമില്ല എന്ന് കോടതി പറയാണ്. അങ്ങനെ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള സലാസറിന്റെ അടപ്പും അണ്ടിപ്പരിപ്പും നന്നായിട്ട് ഇളകുകയാണ്. അങ്ങനെ തല വേർത്ത സലാസർ അവസാനം റേച്ചലിനെ വിളിക്കുകയാണ്, പൊന്നു മോളെ മതി, ഈ പരിപാടി നമുക്ക് ഇവിടെ നിർത്താം. $1 ബില്യൺ ഞാൻ അവരുടെ നിന്ന് മേടിച്ചത്, അത് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. അതിന് പകരമായിട്ട് സീസ് ചെയ്ത എന്റെ എല്ലാ സാധനങ്ങളും, എന്റെ പ്രൈവറ്റ് ജെറ്റ്, എന്റെ ആഡംബര ബോട്ടുകൾ, ബാക്കിയുള്ള വസ്തുക്കൾ അതെല്ലാം വിട്ടുതരാൻ നീ ആ കമ്പനിയോട് പറയണം. അങ്ങനെ ആ ഡീലിന് റേച്ചൽ സമ്മതിച്ചു. ഇത് തന്നെയല്ലേ അവൾ ആദ്യം മുതലേ പറയുന്നത്. ഇയാൾക്ക് ഇതാദ്യമേ സമ്മതിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ റേച്ചൽ ആ ഒരു $1 ബില്യൺ മേടിക്കുകയാണ്. ഇനി ഈ സലാസറിന് അയാളുടെ സാധനങ്ങൾ അയാൾക്ക് തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്തായാലും അധികം വൈകാതെ റേച്ചൽ ഇപ്പോൾ ബോബിയെ വിളിക്കുകയാണ്. എന്നിട്ട് ബോബിയോട് പറയാണ്, അധികം വൈകാതെ നിന്റെ ഫോണിലേക്ക് ഒരു കോള് വരും, അത് നിന്റെ കമ്പനിയുടെ കോള് തന്നെയായിരിക്കും, കാശ് കിട്ടി എന്നായിരിക്കും അവർ പറയുന്നത്. അങ്ങനെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ മാനി സലാസറിന്റെ എല്ലാ പ്രോപ്പർട്ടികളും അധികം വൈകാതെ നിങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് റേച്ചൽ ഇപ്പോൾ ബോബി ഷെന്നിനോട് പറയുന്നത്. പിന്നീട് റേച്ചൽ ഫോൺ കട്ടിയാണ്. അധികം വൈകാതെ ബോബി ഷെന്നിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്, കാശ് മുഴുവൻ കിട്ടിയെന്ന് അവർ പറയാം. എന്തായാലും ഇനി അധികം വൈകാതെ തന്നെ സലാസറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇപ്പൊ 3 മാസം കഴിഞ്ഞു പോയി. ഒരു വെക്കേഷൻ ട്രിപ്പിനായിട്ട് ഒരു ഡെസേർട്ടിലേക്ക് റേച്ചൽ പോയിട്ടുണ്ട്. എന്നാൽ റേച്ചലിന് ഇതുവരെയായിട്ടും ബോബിഷൻ പറഞ്ഞ ആ ഒരു കമ്മീഷൻ എമൗണ്ട് 10% എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതുവരെയായിട്ടും ബോബിഷൻ അത് കൊടുത്തിട്ടേ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ റേച്ചൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആ ഡെസേർട്ടിൽ അവൾക്ക് കാവലായിട്ട് 2-3 പേരുണ്ടായിരുന്നു. അവരെ ആരോ വെട്ടിവെച്ച് കൊല്ലുന്നത്. മാത്രമല്ല അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ടീം ഇപ്പൊ റേച്ചലിനെ തട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഗ്യാങ്സ്റ്റർ മാനി സലാസറിന്റെ ആൾക്കാർ തന്നെയാണ്. അയാൾ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അയാൾ കൊടുക്കേണ്ട $1 ബില്യൺ അയാൾ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും 3 മാസമായിട്ടും ആ കമ്പനി ഇയാളുടെ സ്വത്തുക്കൾ വിട്ടുകൊടുത്തിട്ടില്ല. അതിന്റെ ദേഷ്യത്തിലാണ് റേച്ചലിനെ ഇപ്പൊ തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ തന്നെ റേച്ചൽ കയ്യിലുണ്ടായിരുന്ന ആ വാച്ചിന്റെ സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. സോ അവൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും നമ്മുടെ സിഡിനും ബ്രോങ്കോയ്ക്കും അവളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും റേച്ചലിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം സിഡിനും ബ്രോങ്കോയ്ക്ക് കിട്ടി. ഇവർ രണ്ടുപേരും ആദ്യം തന്നെ പോകുന്നത് ബോബി ഷെന്നിനെ കാണാനാണ്. അല്ല, ആ സലാസറിന്റെ പ്രോപ്പർട്ടീസ് അതൊന്നും നിങ്ങൾ തിരിച്ചു കൊടുത്തില്ല അല്ലേ? ഇപ്പോ ബോബി ഷെൻ പറയണ അത് അധികം വൈകാതെ കൊടുക്കും, അതുപോലെ തന്നെ റേച്ചലിന്റെ കാശും കൊടുക്കുന്ന പറയണം. അപ്പൊ സിഡും ബ്രോങ്കോയും പറയണ അവളുടെ കാശും കൊടുത്തിട്ടില്ല അല്ലേ? അപ്പൊ 2 കൂട്ടർ കിട്ടും, നീ നന്നായിട്ട് പണിഞ്ഞു. എന്തായാലും സലാസർ ഇപ്പോ അവളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ബോബിഷൻ നീ ഓർത്തു വെച്ച, നീ ഒരു പണി ഞങ്ങൾക്കിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് റേച്ചലിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറുപണി അതിനുവേണ്ടി നീ കാത്തിരുന്നോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിഡും ബ്രോങ്കോയും കൂടെ അവിടുന്ന് പോവാണ്. എന്നാൽ ഇവന്മാർ രണ്ടും കൂടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ബോബിഷനും അവളുടെ കമ്പനിക്കും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും സിഡും ബ്രോങ്കോയും അവരുടെ ടീമും കൂടെ നേരെ പോകുന്നത് കാനറി ഐലൻഡിലേക്കാണ്. മാത്രമല്ല ആ ദ്വീപിലെ പോലീസും സിസ്റ്റവും എല്ലാം സലാസറിന്റെ കൺട്രോളിലാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ റേച്ചലിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് റേച്ചലിനെ രക്ഷപ്പെടുത്തണം. ഇവർ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ മിഷന്റെ ഇടയിൽ ആരെങ്കിലും ജയിലിലായിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താനായിട്ട് ചെറിയൊരു പദ്ധതി. ആ പദ്ധതി എന്തായാലും ഇപ്പൊ നടപ്പിലാക്കാൻ പോവാണ്. കാരണം അവരുടെ ടീം ലീഡർ ആയിട്ടുള്ള റേച്ചൽ തന്നെയാണ് സ്റ്റേഷനിൽ പെട്ടുകിടക്കുന്നത്. അങ്ങനെ ദ്വീപിലേക്ക് ഇവരെല്ലാവരും എത്തിയല്ലോ. സോ ഇവരുടെ പ്ലാൻ ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സിഡ് ബ്രോങ്കോ രണ്ടുപേരും പോലീസുകാരുടെ അതേ ഡ്രസ്സിന് ധരിക്കുന്നുണ്ട്. എന്നിട്ടൊരു വണ്ടിയിൽ ഇവർ നേരെ പോവാണ്. അവരുടെ പിന്നാലെ തന്നെ സാധാരണക്കാരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബേക്കറും ഉണ്ട്, ജൊനാദിനും ഉണ്ട്. പിന്നീട് സിഡും ബ്രോങ്കോയും കൂടെ നേരെ സ്റ്റേഷനിലേക്ക് പോകണ കാരണം രണ്ടുപേരും പോലീസ് ഡ്രസ്സിലാണല്ലോ. മാത്രമല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ജൊനാദൻ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ബേക്കർ ആണെങ്കിൽ സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്ത് പോയി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിയ സിഡും ബ്രോങ്കോയും നല്ലൊരു ടൈം നോക്കി കയ്യിലുണ്ടായിരുന്ന വെപ്പൺ വെച്ച് ബാക്കിയുള്ള പോലീസുകാരെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഇവന്മാരെല്ലാം ഒരു സെല്ലിലിട്ട് പൂട്ടുകയാണ്. മാത്രമല്ല മറ്റൊരു സെല്ലിൽ പൂട്ടിയിട്ട് റേച്ചലിനെ അവർ രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയം തന്നെ ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് കൊടുക്കുന്നത് ജൊനാഥനാണ്. കാരണം അവൻ പുറത്തുണ്ടല്ലോ. സ്റ്റേഷനിൽ നടക്കുന്ന അറ്റാക്ക് മനസ്സിലാക്കി ഒരുപാട് പോലീസുകാർ പുറത്തു നിന്നും ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിഡും ബ്രോങ്കോയും ഒരു മെഷീൻ ഗൺ എടുക്കുന്നുണ്ട്. പുറത്തു നിന്നും ഉള്ളിലേക്ക് വന്ന കുറേയധികം പോലീസുകാരുണ്ടല്ലോ, അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറപറ വെട്ടി. ഇനി എന്തായാലും മുൻഭാഗത്തെ വഴിയിലൂടെയും പിൻഭാഗത്തെ വഴിയിലൂടെയും പോകാൻ കഴിയില്ല. എന്തായാലും ഇവരുടെ പ്ലാന് പോലെ അവിടെ ഉണ്ടായിരുന്നു ഒരു ചുമരിന്റെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. പെട്ടെന്ന് ആ ചുമര് പൊട്ടിത്തെറിയാണ്. അവിടെ ബോംബ് വെച്ച് അത് പൊട്ടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ബേക്കർ തന്നെയാണ്. ബേക്കർ കുറച്ചു നേരം മുന്നേ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നല്ലോ ഈ ചുമര് പൊട്ടിക്കാനാണ്. ഈ ചുമരിനെ കുറിച്ച് നേരത്തെ തന്നെ സിഡ് ബ്രോങ്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തകർന്നു പോയ ആ ചുമരിന്റെ ഇടയിലൂടെ സിഡും ബ്രോങ്കോയും റേച്ചലും പുറത്തേക്ക് കിടക്കുകയാണ്. കൂടെ തന്നെ ഇപ്പൊ ബേക്കറുണ്ട്. ഇവർ പിന്നീട് നേരെ പോകുന്നത് ചെറിയൊരു ഫ്ലൈറ്റ് വഴി രക്ഷപ്പെടാമെന്നൊരു പ്ലാൻ ഉണ്ടാക്കിയല്ലേ, അങ്ങോട്ടേക്കാണ്. എന്നാൽ റേച്ചലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വിവരം സലാസറിന്റെ ആൾക്കാർ അറിയാണ്. അവരൊരു ടീമുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവർ രക്ഷപ്പെട്ടു പോകാൻ ഉപയോഗിക്കാൻ നിന്നിരുന്ന ആ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ, ഫ്ലൈറ്റല്ല എന്തായാലും പറയാ, കുഞ്ഞു ഹെലികോപ്റ്റർ പോലെയുള്ള സാധനം, അതെല്ലാം ബോംബിട്ട് തകർക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ ഇവർ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. നേരെ വെയർ ഹൗസിലേക്ക് പോയി മറ്റൊരു വഴി കണ്ടെത്തിയേ മതിയാവുള്ളൂ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ആ വലിയ വാഴത്തോട്ടുണ്ടല്ലോ, അതിലൂടെയെല്ലാം ഇവർ പോകുന്നുണ്ട്. ഓൾറെഡി അവിടെ കുറേയധികം ട്രാപ്പുകൾ ഇവർ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വരുന്ന വഴിയിൽ കുറച്ചധികം കുഴിബോംബുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഒരു പരിധി വരെ അവരെ പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് ഇപ്പൊ സിഡിനും ബ്രോങ്കോയ്ക്കും
കഴിയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരുടെ ആ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ അവിടെ പോയിരിക്കുകയാണ്. വരുന്ന ഓരോ ആൾക്കാരെയും സ്നൈപ്പർ വെച്ച് ബ്രോങ്കോയും സിഡും കൂടെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേക്കർ ആണെങ്കിലോ ഈ ഒരു വെയർ ഹൗസിന്റെ പല ഭാഗത്തും ബോംബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം ആക്റ്റീവ് ആക്കി വെക്കുകയാണ്. മാത്രമല്ല സലാസറിന്റെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബോംബുകളെല്ലാം ആക്റ്റീവ് ആക്കി വെച്ചതിന് ശേഷം സിഡും ബ്രോങ്കോയും റേച്ചലും കൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുക. കൂടെ തന്നെ ബേക്കറിനോടും വരാൻ പറയുന്നുണ്ട്. ഇപ്പൊ ബേക്കർ പറയുന്നത് തൽക്കാലം നിങ്ങൾ മുന്നോട്ടേക്ക് പോകും, കുറച്ചുകൂടെ പണിയുണ്ട്, ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നോളാന്ന്. സോ അത് കേട്ടതുകൊണ്ട് തന്നെ സിഡും ബ്രോങ്കോയും റേച്ചലും അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ അവർ കുറച്ച് താഴേക്ക് എത്തി ബ്രോങ്കോ ഇപ്പോൾ ബേക്കറിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ബേക്കർ പറയണം ഇപ്പൊ ഞാൻ വന്നാൽ ശരിയാവില്ലടാ, നിങ്ങൾ വിട്ടോന്ന് പറയണം. എന്നാൽ എന്താണ് ബേക്കർ ചെയ്യാൻ പോകുന്നതെന്ന് ബ്രോങ്കോയ്ക്ക് മനസ്സിലായി. ബ്രോങ്കോ പറയണ ബേക്കറെ വേണ്ട, മര്യാദക്ക് വന്നോ, ഞാനാ പറയുന്നത്. എന്നാൽ അത് കേൾക്കാൻ ബേക്കർ തയ്യാറായില്ല. ബേക്കർ പറയണം നിങ്ങൾ ആദ്യം റേച്ചലിനെ ഇവിടുന്ന് കൊണ്ടുപോകും, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ വെയർ ഹൗസിലേക്ക് ഈ സലാസറിന്റെ ആൾക്കാരെല്ലാം കൂടെ വരുന്നുണ്ടല്ലോ. ഇവന്മാർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ബോംബ് അങ്ങോട്ട് ആക്റ്റീവ് ആക്കാണ്. എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങ് പൊട്ടുകയാണ്. ആ പൊട്ടലിൽ സലാസറിന്റെ ആൾക്കാരും മരിച്ചു, ബേക്കറും മരിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ ബ്രോങ്കോയും അതുപോലെ തന്നെ സിഡും റേച്ചലും കൂടെ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അവർ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ കിടങ്ങുണ്ടല്ലോ, അതിന്റെ കുറെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇവർക്ക് ഇനി ഉപയോഗിച്ചേ മതിയാവുള്ളൂ. അത് ഇവർ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നേരെ താഴേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ചെറിയൊരു വണ്ടിയും ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഇവർ രക്ഷപ്പെട്ടു പോകുന്ന സമയത്താണ് ഹെലികോപ്റ്ററിൽ ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല സലാസറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള എക്സൽ ഫോൾസൺ ഉണ്ടല്ലോ, അവൻ തന്നെയാണ്. ഹെലികോപ്റ്ററിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് ഇവരെ നന്നായിട്ട് കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് തന്നെ വെടിവെച്ച് ഇടാനും കഴിയും. പെട്ടെന്ന് തന്നെ സിഡ് എന്താക്കി ഇവരുടെ ഒരു വണ്ടി അവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഓടിച്ച് കയറ്റുകയാണ്. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ബ്രോങ്കോ അവന്റെ കയ്യിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി വെക്കുകയാണ്. കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് പിടിക്കുന്നുണ്ട്. എപ്പോഴാണോ അതിന്റെ ആ ഒരു എന്താ പറയാ കറക്റ്റ് മുന്നിലേക്ക് ആക്സൽ ഫോൾസൺ അവന്റെ ഹെലികോപ്റ്ററുമായിട്ട് വരുന്നത് ആപ്പ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാത്തിരുന്നു. കറക്റ്റ് അവൻ അങ്ങ് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആപ്പ തന്നെ ബ്രോങ്കോ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് ഹെലികോപ്റ്ററിന് പോയിട്ട് അടിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയാണ്. ആക്സൽ ഫോൾസണും മരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവർ നേരെ ബീച്ചിന്റെ മറ്റൊരു സൈഡിലേക്ക് പോവാണ്. അവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചൊരു ബോട്ടിൽ നമ്മുടെ ഗുച്ചിയും അതുപോലെ തന്നെ ജൊനാഥനും ഉണ്ടായിരുന്നു. വേഗം തന്നെ റേച്ചലിനെ ആ ബോട്ടിലേക്ക് ഇവർ കയറ്റുന്നുണ്ട്. മാത്രമല്ല ബേക്കർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ മരിച്ചു എന്നുള്ള കാര്യം ബ്രോങ്കോ പറയാണ്. എന്തായാലും സിഡിപ്പ് അവരോട് പറയണം നിങ്ങൾ എന്തായാലും റേച്ചലുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ. അപ്പോൾ ഗുച്ചി ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ട്, അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം. പിന്നീട് ജൊനാഥനും ഗുച്ചിയും കൂടിയിട്ട് റേച്ചലിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ബോബി ഷിനിന്റെ ഓഫീസാണ്. അങ്ങോട്ടേക്ക് നേരെ നമ്മുടെ റേച്ചൽ വരുന്നുണ്ട്. റേച്ചലിനെ കണ്ട ബോബി ആകെ ഞെട്ടിപ്പോണ്. നീ എങ്ങനെ ഇവിടെ എത്തിയത്? നിന്നെ ആ സലാസറിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതല്ലേ, നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചപ്പോ റേച്ചൽ ഇപ്പോ ബേബി ഷെന്നോട് പറയാണ് ഞാൻ രക്ഷപ്പെട്ടതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്ക് വലിയൊരു പണി വരുന്നുണ്ട്, അതിനെ നീ എങ്ങനെയാ ഡീൽ ചെയ്യാൻ പോകുന്നത്? ആ സലാസർ ഉണ്ടല്ലോ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തും, അവൻ വഴി നിനക്കൊരു പണി വരാനുണ്ട്. ഇപ്പൊ ബോബി ഷൻ പറയാണ് അവൻ എന്ത് പണി തരാനാ, അവൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല, അവനെ ആരോ പണിതു എന്നാണ് കേട്ടത്, അതുകൊണ്ട് സലാസറിന്റെ പേരും പറഞ്ഞ് നീ വെറുതെ എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ്. ബോബി ഷെന്നിന്റെ ഈ ഒരു വർത്തമാനം കേട്ടപ്പോൾ റേച്ചല് ഇപ്പൊ ബോബിയെ നോക്കി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ അങ്ങനെ ഇരുതാ പണി വരുന്നുണ്ടാവാ. ഞാൻ വളരെ സേഫ് ആണ്, എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ബോബി ഷെന്നിന്റെ തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ ഒരു സംഭവം വരാനുണ്ട് എന്ന് റേച്ചല് പറയണം. അതെന്താന്ന് കൂടെ റേച്ചല് പറയുന്നുണ്ട്. അതായത് റേച്ചൽ ആ ഒരു ദ്വീപ് വിട്ട് രക്ഷപ്പെട്ടു പോയ സമയത്ത് സിഡും ബ്രോങ്കോയും അവിടെ തന്നെ നിന്നില്ലേ, അവന്മാര് നേരെ പോയത് എങ്ങോട്ടേക്കാണെന്നറിയോ? നമ്മുടെ ബോസ് ഉണ്ടല്ലോ സലാസർ, അയാളുടെ അടുത്തേക്കാണ്. അയാളുടെ സെക്യൂരിറ്റി ഗാർഡിനെ മുഴുവൻ അടിച്ചിട്ട് ഇയാൾക്കൊരു മയക്കുസൂചിയും കുത്തിവെച്ച് ഇയാളെ ബോധം കെടുത്തി അവിടെ നിന്നും സലാസറിനെ ഇവര് തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടേക്കാന്നല്ലേ? അമേരിക്കയിലേക്ക് തന്നെ. വെറുതെ അല്ല കൊണ്ടുവന്നത്, ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലിട്ട് പൂട്ടി വെച്ച് നേവിക്കാർക്ക് പിടിക്കാൻ പാകത്തിനാണ് അയാളെ കൊണ്ട് ഇട്ടുകൊടുത്തത്. അതായത് പല രാജ്യങ്ങളും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ തന്നെയാണ് ഈ സലാസർ. ഇയാൾ പലതരം ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ പേരിൽ ഒരുപാട് കേസുള്ള രാജ്യങ്ങൾ പോവാതെ ഇയാൾ അങ്ങനെ മുങ്ങി നടക്കായിരുന്നു. എന്തായാലും ഇയാളെ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ സിഡും ബ്രോങ്കോയും കൂടെ പോലീസുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും അയാളുടെ ബിസിനസിനെയും ഇനി എല്ലാം പോലീസ് പൂട്ടും. മാത്രമല്ല അയാളുടെ കമ്പനിയിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തത് ആരാണ്? നമ്മുടെ സ്പെൻസർ ഗോൾഡ്സ്റ്റൈൻ കമ്പനി. അതായത് $1 ബില്യൺ ആ കമ്പനിയാണല്ലോ സലാസറിന് കൊടുത്തത്. സോ ആ കമ്പനിക്കും സലാസറിനും തമ്മിൽ എന്താ ബന്ധം? സലാസർ ചെയ്യുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിലേക്ക് ഫണ്ട് ചെയ്ത സ്പെൻസർ കമ്പനിക്കും ആ കമ്പനിയുടെ പേരിലും ഇനി കേസ് വരും. മാത്രമല്ല ആ കമ്പനിയിലേക്ക് ഇത്ര കാശ് എങ്ങനെ വന്നു, ഇവരുടെ കയ്യിൽ എങ്ങനെ ഇത്ര പണം, അതുമായി ബന്ധപ്പെട്ടും ഇനി അന്വേഷണം നടക്കും. ടോട്ടലി സലാസറിനെ പോലീസ് പൂട്ടിയതോട് കൂടിയിട്ട് ഇയാളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വെച്ച് ഇനി ഓരോരുത്തരെയായിട്ട് പൂട്ടാൻ തുടങ്ങും. അങ്ങനെ സ്പെൻസർ എന്ന കമ്പനി അധികം വൈകാതെ അടപടലം മുഞ്ചാൻ പോവാണ്. കൂട്ടത്തിൽ ബോബി ഷെന്നും മുഞ്ചാൻ പോവാണ്. വരാനിരിക്കുന്ന ആ വലിയ പണിയെക്കുറിച്ച് റേച്ചൽ ഇപ്പോൾ ബോബി ഷെന്നിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ നിനക്കൊരു ഫോൺ കോൾ വരും, അതിൽ നിനക്കുള്ള മരണമണിയായിരിക്കും എന്നും പറഞ്ഞ് റേച്ചൽ അവിടെ നിന്ന് പോവുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ബോബി ഷെന്നിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. റേച്ചൽ പറഞ്ഞതുപോലെ തന്നെ അത് അവളുടെ മരണമണിയാണെന്ന് ബോബി ഷെന്നിന് മനസ്സിലായി. സ്പെൻസർ എന്ന കമ്പനി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ, അവരെന്തായാലും ബോബിയെ തീർക്കാതിരിക്കില്ല. അല്ലെങ്കിൽ അവൾക്കും ലീഗലി ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാൻ പോവാണ്. ഇനി എന്തായാലും ഉറക്കമില്ല. സത്യത്തിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഈ ബോബി ഷൻ തന്നെയാണ്. സലാസറിന്റെ കയ്യിൽ നിന്ന് $1 ബില്യൺ മേടിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊടുക്കാം എന്നായിരുന്നല്ലോ ഡീന്. ആ സാധനം ബോബി വിട്ടുകൊടുക്കാൻ തയ്യാറായതുമില്ല. അതുപോലെ തന്നെ നമ്മുടെ റേച്ചലിന്റെ കമ്മീഷൻ അവൾക്ക് കൊടുത്തതുമില്ല. പക്ഷെ റേച്ചൽ അവളുടെ കാശ് അത് തന്ത്രപൂർവ്വം നേരത്തെ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? ഇതുപോലെയുള്ള ആക്ഷൻ മൂവീസിന്റെ കഥ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം, ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരും. അപ്പൊ അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.